നമസ്കാരം. ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ സൂര്യനെ എല്ലാവർക്കും പേടിയാണ്, സൂര്യപ്രകാശത്തെ പേടിയാണ്. സൂര്യപ്രകാശത്തെ പേടിക്കേണ്ട ഒന്നായി കാണുന്ന ഈ കാലഘട്ടത്തിൽ ആയുർവേദത്തിന് വളരെ വ്യത്യസ്തവും പ്രകൃതിദത്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. സൂര്യൻ ആരോഗ്യത്തിൻ്റെ ഉറവിടമാണ്, ഊർജത്തിൻ്റെ ഉറവിടമാണ്. എന്നാൽ അമിതവും തെറ്റായതുമായ സമ്പർക്കം ചർമ്മത്തിന് ദോഷം ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ നമുക്കിതൊന്ന് നോക്കാം. മറ്റൊന്നിനെ പറ്റിയല്ല, സൺസ്ക്രീൻ ഉപയോഗത്തെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ പലർക്കും ആയുർവേദത്തിൽ അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ ആയുർവേദപരമായിട്ട് എന്താണ് സൺസ്ക്രീൻ എന്നുള്ളതിന് ബദലായി ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ഉള്ളതിൽ വളരെയധികം ആശങ്ക പലരുടെയും ഉള്ളിലുണ്ടാവും. കാരണം ഇന്ന് വളരെയധികം കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ധാരാളം ക്രീമുകളാണ്, കെമിക്കൽ ക്രീമുകളാണ് എല്ലാവരും ഇന്ന് പ്രായഭേദമന്യേ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കിന്നെന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓർഗൺ ഓഫ് അവർ ബോഡിയാണ്. ത്വക്ക് ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ ശരീരത്തിലെ. അത് എല്ലാവരും അങ്ങ് മറന്നു പോവുക. അതൊരു മതിലല്ല, അതൊരു വേലിയല്ല, കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നുമല്ല, പാറക്കല്ലല്ല, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഈ സ്കിന്നെന്ന് പറയുന്നത്. സ്കിന്നിൻ്റെ പുറത്ത് നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നോ അതെല്ലാം നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കും പോവാറുണ്ട്. അതെല്ലാം നമ്മളുടെ ആന്തരിക അവയവങ്ങളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ബ്ലഡിൽ കൂടെ. അങ്ങനെ നമുക്ക് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കാരണം തെറ്റായ നമ്മുടെ ചില ധാരണകളാണ്. ഈ ധാരണകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ആരോഗ്യകരമായ ഓപ്ഷൻസ് കിട്ടും. ആ ഓപ്ഷൻസ് നമുക്കിന്ന് നോക്കാം. ഇന്നത്തെ തലമുറ സൺസ്ക്രീനുകളെ അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ വെയിൽ ഏൽക്കാതിരിക്കാൻ കൃത്രിമമായിട്ടുള്ള ഈ ക്രീമുകൾ അതൊരു ഫാഷനായിട്ട് മാറിയിരിക്കുക ഇപ്പോൾ. ശരിക്കും നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ ഡി പ്രദാനം ചെയ്യുന്നുണ്ട്. ആയുർവേദം ചർമ്മത്തെ കാണുന്നത് ശരീരത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചർമ്മത്തെ സംരക്ഷിക്കാൻ പുറമേ പുരട്ടുന്ന ലേപനങ്ങളെക്കാളും ഉള്ളിലുള്ള ആരോഗ്യത്തിനാണ് ആയുർവേദം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഉള്ളിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഉള്ളിലുള്ള ആരോഗ്യം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചർമ്മത്തിലും കാണുന്നതാണ്. എന്തുകൊണ്ട് സൺസ്ക്രീനുകൾക്ക് പകരം മറ്റു പ്രകൃതി മാർഗങ്ങൾ സ്വീകരിക്കാത്തത് ആൾക്കാർ? ഈ സൺസ്ക്രീനുകളിൽ അടങ്ങിയിരിക്കുന്ന പല രാസവസ്തുക്കളും ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ ശ്വസനം, ചർമ്മം ശ്വസിക്കാറുണ്ട് ചർമ്മം. ആ ശ്വസനത്തെ തടയുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും. ആയുർവേദത്തിൽ സൺബേൺ അല്ലെങ്കിൽ സൂര്യതാപം അല്ലെങ്കിൽ സൺ ടാൻ എന്നൊക്കെ പറയുന്നതിൽ നിന്നും ചർമ്മത്തെ രക്ഷിക്കാനായിട്ട് ധാരാളം മാർഗങ്ങൾ പറയുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദം നിർദ്ദേശിക്കുന്ന ചില ലളിതമായ വഴികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് പറയാം നാൽപ്പാമരാതി തൈലം. ഇത് ആയുർവേദത്തിലെ ഒരു സൺസ്ക്രീൻ എന്ന് പറയാം. നമുക്ക് കുളിക്കുന്നതിന് മുൻപ് അല്പം ദേഹത്ത് പുരട്ടിയിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർമ്മത്തിന് തിളക്കവും സംരക്ഷണവും ഒക്കെ കിട്ടും. ഈ നാൽപ്പാമരാതി തൈലം വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇന്ന് മിക്കവാറും ഫാർമസിയിൽ കിട്ടുന്ന പല നാൽപ്പാമരാതി കൂട്ടിലും ആ മഞ്ഞളിൻ്റെ നിറമല്ലാതെ ഒരു എഫിക്കസിയുള്ള ജെനുവിനായിട്ടുള്ള തൈലം അൺഅവൈലബിളാണ്, അധികം കാണാറില്ല അങ്ങനെ. അപ്പോൾ നാൽപ്പാമരാതി തൈലത്തിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള തൈലം വേണം നിങ്ങൾ ഈ ഒരു റിസൾട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു തൈലം നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഇഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിൽ കാര്യമില്ല. പിന്നെ ചന്ദനം, സാൻഡൽവുഡ് തണുപ്പ് കൂട്ടുന്ന ഒന്നാണ്. അത് ചർമ്മത്തിലെ അമിതമായ ചൂടിനെയും സൂര്യതാപത്തെയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ചന്ദനവും നാൽപ്പാമരാതിയുടെ കണ്ടൻസും ഒക്കെ ആയിട്ടുള്ള ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലുണ്ട്. അപ്പം അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. പിന്നെ കറ്റാർവാഴ ചർമ്മം ഈ സൂര്യപ്രകാശം കൊണ്ട് ചുവന്ന് പോവുകയോ തടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കറ്റാർവാഴ ജെല്ല് അപ്പം തന്നെ അപ്ലൈ ചെയ്താൽ വളരെ നല്ല വ്യത്യാസമായിരിക്കും. ഈ ചന്ദനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചന്ദനം പനിനീരിൽ കലക്കി പുരട്ടുന്നതും വളരെ വളരെ നല്ലതാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും കടലപ്പൊടിയും മിക്സ് ചെയ്ത് കുഴമ്പ് പോലെ ആക്കി പുരട്ടുന്നത് ചർമ്മത്തിനൊരു ഷീൽഡ് പോലെ പ്രവർത്തിക്കും. നെല്ലിക്ക വെയിലിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത്, നെല്ലിക്കയും കറിവേപ്പിലയും ഒക്കെ ആഹാരത്തിൽ ഉപയോഗിക്കുന്നത്
നമ്മൾക്ക് ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്കിന്നിൻ്റെ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയ്ക്കാനും സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ ഹാനികരമായ രശ്മികളുണ്ടല്ലോ, UV റേസ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 ലേപനങ്ങൾ മാത്രം പോരാ. ഉച്ചയ്ക്കൊരു 12 മണി മുതൽ 3 മണി വരെയുള്ള അമിതമായിട്ടുള്ള ചൂട് സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ വെളിയിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണം. പ്രഭാത സൂര്യൻ നമുക്ക് വളരെ നല്ലതാണ്. പ്രഭാത സൂര്യൻ്റെ റേസ് നമ്മൾ ശരീരത്തിൽ ഏൽക്കാനും ശ്രദ്ധിക്കുക. ഇതൊക്കെ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. ആ രശ്മികളെന്ന് പറയുന്ന പ്രഭാത സമയത്തുള്ള ആ ഒരു ഇളം വെയിൽ, അതുപോലെ പോക്ക് വെയിലും വൈകുന്നേര സമയത്തുള്ള വെയിലും വളരെയധികം ഹെൽത്തി റേസാണ്. ഈ ഒരു 12 മണി മുതൽ 1 മണി വരെയുള്ള ആ ഒരു സമയത്തുള്ള റേസിനെ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതിയാവും. പിന്നെ ജലാംശം, ദിവസവും ധാരാളം വെള്ളം കുടിക്കും. ശരീരത്തിൽ ജലാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ലപോലെ ജലാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടാനിങ് വരില്ല. ജലാംശം ഇല്ലാത്തവരാണ്, ശരീരത്തിൽ ജലാംശം കുറവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സൺ ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് കാരണമാവും. പിന്നെ കുടയും തൊപ്പിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ യുവതലമുറ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചർമ്മം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മതിലൊന്നുമല്ല, അത് ജീവനുള്ള ഒരു അവയവമാണ്. നിങ്ങൾ പുരട്ടുന്ന കെമിക്കലുകൾ ചർമ്മത്തിലൂടെ രക്തത്തിലെത്തും. അതുകൊണ്ട് പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൃത്രിമ സൺസ്ക്രീനുകൾക്ക് പകരം ആയുർവേദ ലേപനങ്ങൾ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, നമുക്ക് പ്രത്യേകമായിട്ടുള്ള സൺ പ്രൊട്ടക്റ്റിംഗ് ബ്രൈറ്റനിങ് ഓയിൽസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല നാൽപ്പാമരാതിയും നല്ല ചന്ദനം, അതേപോലെ തന്നെ നല്ല കറ്റാർവാഴ ജെല്ല്, ഇതൊക്കെ നിങ്ങൾ ക്വാളിറ്റി നോക്കി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സൂര്യപ്രകാശത്തെ പേടിക്കേണ്ട എന്നുള്ള ഒരു നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് പകരം നിങ്ങളുടെ ചർമ്മത്തിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട പല മാർഗ്ഗങ്ങളും ഞാനിവിടെ പറഞ്ഞു. അപ്പോൾ ഇനി കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.